ഹായ് ഫ്രണ്ട്സ്, ഡേ 9 ഓഫ് സ്റ്റാർട്ടിങ് അഫിനിറ്റി സ്യൂട്ട്സ്. അതെ, ഈ പേജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഞാനിപ്പോൾ എൻ്റെ ഹോട്ടലിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജിലുള്ള അതിൻ്റെ വർക്കുകൾ, അതിന് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ, എനിക്ക് ചെയ്തിരിക്കുന്ന തെറ്റ് പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ഒത്തിരി അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇനി സീലിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കംപ്ലീറ്റ് ജിപ്സം സീലിംഗ് ആണ് ചെയ്തത്. അപ്പോൾ ജിപ്സം സീലിംഗ് നമുക്ക് രണ്ട് രീതി ചെയ്യാം. നമുക്ക് പ്ലെയിൻ ആയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസൈൻ കൊടുത്ത് ചെയ്യാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ചെയ്യുമായിരിക്കും എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ്. പല ഡിസൈനുകൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഏരിയ കൂടാനും സാധ്യതയുണ്ട്. അതല്ല, നമുക്ക് കോസ്റ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിസൈൻ കൊടുക്കേണ്ടത് അവരവരുടെ പ്രിഫറൻസ്. ഞാൻ ആദ്യം കുറച്ച് റൂമുകൾ ഡിസൈൻ കൊടുത്തു, അതിനുശേഷം കോസ്റ്റ് കണ്ടമാനം കൂടുന്നതുകൊണ്ട് ഞാനത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് ആണ് അതിനുശേഷം ചെയ്തത്. സീലിംഗ് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സീലിങ്ങിനോട് ഉപയോഗിക്കുന്ന പല ടൈപ്പുകൾ സീലിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജിപ്സം പറയുകയാണെങ്കിൽ ജിപ്സത്തിൻ്റെ ബോർഡുകൾ, പല ബ്രാൻഡ് ബോർഡുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡിൻ്റെ ഏത് ബ്രാൻഡാണ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ആ ബോർഡുകൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഈ സീലിങ്ങിന് ഉപയോഗിക്കുന്ന ചാനലുകൾ, ആ ചാനലിൻ്റെ ബ്രാൻഡ്, ആ ചാനലുകൾ ഉപയോഗിക്കുന്ന അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ 1 മീറ്ററിനുള്ള വെയിറ്റ്, അങ്ങനെ ആ ചാനലിൻ്റെ സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ചെയ്യുന്ന ആളിൽ നിന്ന്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സീലിംഗ് മാത്രമേ 4 പേരിൽ നിന്ന് കൊട്ടേഷൻ മേടിക്കുമ്പോഴത്തേക്കും ചില ആളുകൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള ബ്രാൻഡും അതിൻ്റെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സീലിംഗ് വർക്ക് ചെയ്യിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഉപയോഗിക്കുന്ന ജിപ്സം ബോർഡിൻ്റെ തിക്നെസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ബ്രാൻഡ്, അതിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ, നമ്മളിത് ജിപ്സം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിമിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നമ്മളൊരു ഏരിയ കാണിച്ച് അളന്ന് തിട്ടപ്പെടുത്തി അതിനൊരു ടോട്ടൽ എമൗണ്ടിൻ്റെ കൊട്ടേഷൻ മേടിച്ച് സീലിംഗ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്.